ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിക്കൊണ്ട് ഇറാൻ ആഗോള ഊർജ്ജ വിപണിയെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നാലെ ഇറാന് മേൽ നാവിക ഉപരോധം ശക്തമാക്കി അമേരിക്ക. US ഏർപ്പെടുത്തിയ കടുത്ത നാവിക ഉപരോധത്തെ തുടർന്ന് ഇറാന്റെ എണ്ണ കയറ്റുമതി കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ആണിപ്പോൾ കൂപ്പുകുത്തിയിരിക്കുന്നത്. മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇറാന്റെ അസംസ്കൃത എണ്ണയുടെയും കോണ്ടൻസേറ്റിന്റെയും കയറ്റുമതി പ്രതിദിനം ശരാശരി 3 ലക്ഷം ബാരലിന് താഴെയായി കുറഞ്ഞു. ഏപ്രിലിൽ പ്രതിദിനം 1.34 ബില്യൺ ബാരലായിരുന്ന കയറ്റുമതിയാണ് മെയ് മാസത്തിൽ വെറും 2 ലക്ഷം ബാരലിലേക്ക് ചുരുങ്ങിയതെന്ന് എണ്ണക്കപ്പൽ വിശകലന സ്ഥാപനമായ വോർട്ടകേസിയുടെ ഡാറ്റ വ്യക്തമാക്കുന്നു. മാർച്ച് മാസത്തിൽ ഇത് 1.9 ബില്യൺ ബാരലായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദ നയം നടപ്പാക്കിയ 2019 മുതൽ 2020 കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ കയറ്റുമതി നിരക്കാണിത്. ഏപ്രിൽ 13 മുതൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ വരവും പോക്കും തടഞ്ഞുകൊണ്ട് അമേരിക്ക നാവിക ഉപരോധം ആരംഭിച്ചതാണ് ഈ തകർച്ചയ്ക്ക് കാരണം. അതേസമയം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇത് ആഗോള വിപണിയിൽ കടുത്ത എണ്ണക്ഷാമത്തിന് കാരണമാക്കിയിട്ടുണ്ട്. നിലവിലെ സുരക്ഷാ ഭീഷണികൾ കാരണം കപ്പലുടമകളും ഇൻഷുറൻസ് കമ്പനികളും ഈ മേഖലയിലേക്ക് സർവീസ് നടത്താൻ മടിക്കുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.